ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീഡിൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സച്ചു, എൻ്റെ കൂടെ സ്മിതയുമുണ്ട് ക്യാമറയുടെ പുറകിലാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കൻ, പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കോൺഫ്ലവർ, ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കടുക് 1 ടീസ്പൂൺ, വലിയ സവാള അരിഞ്ഞത് 4 എണ്ണം, ക്യാപ്സിക്കം അരിഞ്ഞത് 1, മല്ലിയില കറിവേപ്പില ഓരോ പിടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ചിക്കൻ വറുത്ത എണ്ണ ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം, ഉപ്പ് പാകത്തിന്. വേണ്ടിയിട്ട് ഇന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കി തരുന്ന സച്ചുവാണ്. നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി. കടുക് ഇട്ടു. സൈഡിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് അത് പൊട്ടട്ടെ. ഇട്ടു. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തീ കുറച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുക. മതി. അപ്പോൾ അതൊന്ന് മൂക്കണം. കതി കിടക്കണേ. അതൊന്ന് ഇളക്കിയിട്ട് അതായോ നോക്കും. ഇനി അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇടും. അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തു. തുണി എടുത്ത് പിടിക്ക്. ഇളക്ക്. സവോള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഞങ്ങൾ ഇത് ചാനൽ തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ ഉള്ള ഓരോ പാചക വീഡിയോകളും ഞങ്ങളുടെ ചെറിയ കുഞ്ഞു യാത്രകളും ഞങ്ങളുടെ അല്പസ്വല്പം കഥവിരുതുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടുമ്പോഴത്തേക്കിന് എല്ലാവരുടെയും സപ്പോർട്ടും അപ്പോൾ നമ്മുടെ ഈ സവോള പാകത്തിനൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോകണ്ട. നമ്മളതിൻ്റെ പാകത്തിനൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാം. എല്ലാവരും വിചാരിക്കും ഞാൻ വന്നിട്ട് എന്തിനാണ് അവനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളാണ്. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്യാപ്സിക്കം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് പച്ച ചുവ മാറുന്നോടം വരെ നമ്മളിത് വഴറ്റുകയാണ്. തീ കുറച്ച് കൂട്ടി വെച്ച് വിശക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭയങ്കര സ്പീഡിലുണ്ടാക്കുന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഒരു പച്ചപ്പ് മാറണം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ അത് ഇതോ ക്യാപ്സിക്കം ബ്രൗൺ കളറാണോ? ഒന്ന് വഴറ്റിയാൽ മതി. ഒന്ന് പച്ച മണം ഒന്ന് മാറിയാൽ മതി. ആ തുണി ഒന്ന് ഒതുക്കി പിടിക്ക്.
നീ എന്നെ നോക്ക്. ആ അപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്, പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി സോസ് ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ. ഒന്നും കൂടെ ഒഴിച്ചാൽ മതി. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തു. തീ കൂട്ടിയിട്ടേക്ക് വേണോ? അല്ല, ഇളക്കി കൊടുത്തു. ഇത് ഇളക്കി മതി. ഇനി പെരുംജീരകം കിട്ടും. കുരുമുളക് പൊടി ഇടും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാണ്. അങ്ങ് ഇട്ടാൽ മതി. ഇനിയിപ്പം അത് പിടിച്ചിളക്കണ്ട, കൈ കൊള്ളും. അതൊന്ന് ഇളക്കി. ഈ ചിക്കൻ ഇടണേ. മതി. ഞാൻ ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടേക്കട്ടെ, ഞാൻ ഇടട്ടെ. ഇളക്കിക്ക്. ഇപ്പോൾ ചിക്കൻ ഇടും. ഇളക്കി നല്ലതായിട്ട്. എന്നതാ തിരിയുന്നില്ലേ? തിരിയാൻ പറ. അത് അങ്ങോട്ട് ശക്തിയിൽ അങ്ങോട്ട് പിടിക്കുക. വിശക്കുന്നൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയാണോ? തിരിഞ്ഞോടും. ഇത് തിന്നണ ശക്തി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമ്മൾ വെന്ത് വെച്ചേക്കുന്നതാണ്, വറുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് മതി, അതേ ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം മതി. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വെള്ളം മതി. അതിന് മുന്നേ കുറച്ച് പെരുംജീരകം 1 സ്പൂൺ നമ്മൾ ഇടുവാണേ. അപ്പോൾ അതായിട്ടുണ്ടേ. ഇനി വെള്ളവും കൂടെ ഒഴിക്കുവാണേ. നോക്കണേ. ഇളക്കിക്ക്. ഒന്ന് മുങ്ങുന്ന, ഒന്ന് നികക്കെ ഉള്ളൊരു വെള്ളം മതി. ഇളക്കിക്ക്. നമുക്ക് ശകലം കളറ് കുറവാണ്. നമ്മൾ തക്കാളി സോസ് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എങ്കിലേ ഉള്ളൂ. പണ്ടേ കളറൊക്കെ കുറവ്. ഇനിയിപ്പോൾ ക്യാമറയിൽ കൂടെ നോക്കിയിട്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. കളറുണ്ട്. കുറച്ചുകൂടെ ഒഴിച്ചു. തക്കാളി സോസ് കുറച്ചുകൂടെ എടുത്ത് ഒഴിക്കും. അതങ്ങ് ഒഴിച്ചു. നമ്മൾ പക്ഷേ അളവ് പറഞ്ഞത് 2 ടേബിൾ സ്പൂൺ ആയിരുന്നു. ഒഴിക്കും. നല്ല കളർ കിട്ടട്ടെ, നല്ല കളറിലിരിക്കട്ടെ. നമ്മളായിട്ട് കളറൊന്നും കുറയ്ക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുവാണേ. ഇതിൻ്റെ കളറൊക്കെ കിട്ടട്ടെ, നല്ല കുറുകിയൊക്കെ ഇരിക്കട്ടെ. നല്ലതായിട്ട് ഇളക്കിയിട്ട് ആ സൈഡിലിരിക്കുന്ന എല്ലാം കൂടെ തൂത്തങ്ങോട്ടിട്ടേ. ഇനി നമ്മളിത് അടച്ച് ഒരു 5 മിനിറ്റ് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കും. 5 മിനിറ്റ് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് അന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് കുറുകി വരും. അത് ചാറൊക്കെ ഒന്ന് കുറുകി ആ കളറൊക്കെ നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ കറി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി ആയിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറന്ന് നോക്കാം. വെള്ളം മാറ്റി ഇളക്കിക്ക്. നല്ല പരുവത്തിനായിട്ടുണ്ട്. നല്ല കളറും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കുക. വട്ടത്തിലങ്ങ് ഇളക്കി വെക്കുക. വെളിയിലോട്ട് തെറിച്ച് പോരുത്. ഇനി ആ മല്ലിയില കുറച്ച് കേട്ടെ. മതി. ഇനി കുറച്ച് മല്ലിയില എടുത്തിട്ട് കുറച്ചുകൂടെ വട്ടത്തിൽ ഇങ്ങനെ കണ്ടാൽ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. മതി. അപ്പോൾ മതി. ഇനി ഇത് സൈഡിൽ നിന്ന് എടുത്ത് ഒരിക്കൽ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. കോരിയെടുക്കുക. നല്ല അടിപൊളി കറിയാണ്. നല്ല കാഴ്ചയ്ക്കൊക്കെ നല്ല ഭംഗിയും നല്ല കളറും. നിങ്ങൾക്കത് എന്തോരം കാണാൻ പറ്റും എനിക്കതിൽ, പക്ഷേ നല്ല കളറാണ് കറിക്ക്. ഞാൻ സ്പൂൺ എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെച്ച്
ആ കൊണ്ടുവന്നേ ഞാൻ കഴിക്കാമേ. ഞാനാണ് കഴിക്കുന്നത്. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനാണ് കഴിക്കുന്നത്. അല്ല, നീ അല്ല കഷ്ടപ്പെട്ടത്, ഞാനാ കഷ്ടപ്പെട്ടത്. ചൂടാണ്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പറാണ്. കാണിച്ചേ. നല്ല സൂപ്പറാണ്. കാഴ്ചക്ക് തന്നെ നല്ല ഭംഗിയാണ്. ഒന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ്. ഇത് എല്ലാവരും നമ്മൾ ചുമ്മാ പറയുന്നൊന്നുമല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക. ചൂടാ ഭയങ്കര ചൂടാ. അപ്പം എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് കുഞ്ഞു ചാനലാണ്, ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. മുമ്പോട്ട് ഞങ്ങൾ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഉണ്ടായിരിക്കും. മെയിൻ കങ്ങാണി സച്ചു ആയിരിക്കും, ഞാൻ ക്യാമറയുടെ പുറകിലായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ കറി കണ്ടല്ലോ, നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കി നോക്കുക. അപ്പം സന്തോഷം. എല്ലാവർക്കും ശുഭരാത്രി.